ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ വൈബ്സ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പരിപ്പ് കറിയാണ്. പരിപ്പും മത്തനും വെച്ചുള്ള കറി എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായി ഞാൻ 1/4 ബൗള് പരിപ്പ് എടുത്തിട്ടുണ്ട്. കൂടാതെ അര കഷ്ണം പംകിനും, അതായത് മത്തൻ എന്ന് പറയും, അതും എടുത്തിട്ടുണ്ട്. ഈ പരിപ്പൊക്കെ കഴുകി നമുക്ക് കുക്കറിലോട്ടേക്ക് ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും കരിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. കരിവേപ്പിലയും ഇട്ടിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. പരിപ്പ് വെന്തോന്നൊന്ന് നോക്കാം. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അതിനുശേഷം ഈ പീസാക്കി വെച്ചിരിക്കുന്ന മത്തൻ കഷ്ണങ്ങളൊക്കെ അതിലോട്ടേക്ക് ഇടാം. ആവശ്യത്തിന് മുളക് പൊടിയും, ഈ കറിക്ക് അത്ര എരിവ് വേണ്ട, ഉപ്പും, പിന്നെ വേണമെങ്കിൽ തക്കാളി ചേർക്കാം, അത് ഓപ്ഷണലാണ്. വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഒരു വിസിലിന് കഷ്ണങ്ങളൊക്കെ വേവും. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഈ അരപ്പ് അതിലോട്ടേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യമാണെങ്കിൽ ഉപ്പ് വെതറി കൊടുക്കാവുന്നതാണ്. ഇത് അത്ര സ്പൈസി ആയിട്ടുള്ള കറിയല്ല. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കണേ. ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ടേക്ക് കടുകും ചെറിയ ഉള്ളിയും, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി ആവാം, കുറച്ച് തേങ്ങയും കുറച്ച് കരിവേപ്പിലയും ഒരു 5-6 വറ്റൽമുളകും കൂടി ഇട്ട് നല്ലപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല മൂത്ത് വന്നതിന് ശേഷം കറിയൊക്കെ ഇതിലോട്ടേക്ക് ഒഴിക്കും. നല്ല അടിപൊളി പരിപ്പും മത്തനും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി കുറച്ചും കൂടിയും കട്ടിയായി വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കുറച്ചാൽ മതിയാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.